My dear students, today we can study about reflex actions. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. We have already studied that we can recognize stimuli from our immediate surrounding and also from the body. പാഠത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ പുറമേ നിന്നും അതുപോലെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും വിവിധ തരത്തിലുള്ള ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. The changes that happens in our body after receiving the stimuli are known as response. ഉദ്ദീപനങ്ങൾ സ്വീകരിച്ചതിനു ശേഷം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രതികരണങ്ങൾ. All of you look at the figure 1.5 in your textbook, page number 16. Here, different types of responses are given. എല്ലാവരും നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 16 തന്നിട്ടുള്ള ചിത്രം 1.5 നിരീക്ഷിക്കുക. ഇവിടെ വിവിധ പ്രതികരണങ്ങളുടെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. What is the peculiarity of such responses? എന്താണ് ഇത്തരം പ്രതികരണങ്ങളുടെ പ്രത്യേകതകൾ? In the first picture, you can see a fly is coming towards the girl. And in the second picture, a thorn pierces the foot of a boy. ആദ്യത്തെ ചിത്രത്തിൽ ഒരു പെൺകുട്ടിയുടെ മുഖത്തിനടുത്തേക്ക് ഒരു ഈച്ച വരുന്നതായി കാണാം. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു ആൺകുട്ടിയുടെ കാലിൽ മുള്ള് തറയ്ക്കുന്നതായും കാണാൻ സാധിക്കും. Here, what is the stimulus in the first case? In the first case, the fly comes towards the girl. The touch is the stimulus there. In the second case, a thorn pierces the boy's foot. Here also, what is the stimulus? A thorn pierces the boy's foot. Here also the stimulus is touch. ആദ്യത്തെ ചിത്രത്തിൽ കുട്ടിയുടെ മുഖത്തേക്ക് ഈച്ച പറന്നു വരുന്നു. അവിടെ ഉദ്ദീപനം എന്ന് പറയുന്നത് സ്പർശമാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ കുട്ടിയുടെ കാലിൽ മുള്ള് തറച്ചു അല്ലെങ്കിൽ മുള്ള് തറയ്ക്കുന്നു. ഇവിടെയും ഉദ്ദീപനം എന്ന് പറയുന്നത് സ്പർശമാണ്. When a fly came towards the girl, what she did? She turned her face. When a thorn pierced the boy's foot, what did he do? He withdrawn his leg. മുഖത്തിനടുത്തേക്ക് ഈച്ച പറന്നു വന്നപ്പോൾ ആ പെൺകുട്ടി എന്താണ് ചെയ്തത്? പെൺകുട്ടി തൻ്റെ മുഖം തിരിച്ചു. രണ്ടാമത്തെ ചിത്രത്തിൽ കാലിൽ മുള്ളു തറച്ചപ്പോൾ ആ ആൺകുട്ടി എന്താണ് ചെയ്തത്? അവൻ തൻ്റെ കാല് പിൻവലിച്ചു. What is the peculiarity of such responses? ഇത്തരം പ്രതികരണങ്ങളുടെ പ്രത്യേകത എന്താണ്?
These responses are accidental. ഈ പ്രതികരണങ്ങൾ ആകസ്മികമായാണ് നടക്കുന്നത്. These responses occur accidentally. ഈ പ്രതികരണങ്ങൾ നടന്നത് ആകസ്മികമായാണ്. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. So what is called reflex action? The accidental and involuntary responses towards stimuli are called reflex actions. എന്താണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ? ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. Involuntary means we have already studied. Involuntary means these actions are not controlled by our will. എന്താണ് അനൈച്ഛിക പ്രവർത്തനം? നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ നടക്കുന്ന പ്രവർത്തനമാണ് അനൈച്ഛിക പ്രവർത്തനം. നമ്മുടെ ഇച്ഛ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം നോക്കാതെയുള്ള പ്രവർത്തനമാണ് ഇത്. ഡു ദിസ് ഹാപ്പൻ കോൺഷ്യസ്ലി? നോ, ദീസ് ആക്ഷൻസ് ഡു നോട്ട് ഹാപ്പൻ കോൺഷ്യസ്ലി. ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതികരണങ്ങൾ ബോധപൂർവമാണോ സംഭവിക്കുന്നത്? അല്ല. ഈ പ്രവർത്തനങ്ങൾ ബോധപൂർവമല്ല സംഭവിക്കുന്നത്. That means the girl turned her face and the boy withdrawn his leg is not done consciously. പെൺകുട്ടി തല തിരിച്ചതും ആൺകുട്ടി കാൽ പിൻവലിച്ചതും ബോധപൂർവമല്ല നടന്നത്. Some other examples of reflex actions are when you hear a loud noise, you suddenly close your ears. When we unknowingly touches the fire, we withdraws our hand. റിഫ്ലക്സ് പ്രവർത്തനങ്ങൾക്കുള്ള മറ്റ് ഉദാഹരണങ്ങളാണ് ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് ചെവി പൊത്തുന്നു, അറിയാതെ തീയിൽ തൊടുമ്പോൾ നമ്മൾ കൈ പിൻവലിക്കുന്നു. Now we can look at the illustration 1.9 in your textbook, page number 16. Here you can see how does reflex action happen in our body. This shows the pathway of impulses in a reflex action. എല്ലാവരും 1.9 നിരീക്ഷിക്കുക. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ എപ്രകാരമാണ് റിഫ്ലക്സ് പ്രവർത്തനം നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. The first step is stimulus. It may be heat or touch or sound. This stimulus is received by the receptors. ആദ്യത്തെ ഘട്ടമാണ് ഉദ്ദീപനം. ഉദ്ദീപനങ്ങൾ സ്പർശമോ ചൂടോ ശബ്ദമോ ആകാം. ഉദ്ദീപനങ്ങളെ ഗ്രാഹികൾ സ്വീകരിക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ്,
The receptors generate impulses. ഗ്രാഹികൾ ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. We have already studied that there are specialized cells in the sense organs and other parts of the body to receive the stimuli. These cells are called as receptors. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങൾ ഉണ്ടെന്ന് നാം മുൻപ് പഠിച്ചിട്ടുണ്ട്. അവയാണ് ഗ്രാഹികൾ. These receptors receive the stimuli and generate suitable impulses. ഈ ഗ്രാഹികൾ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. The third step, these impulses are carried to the spinal cord by the sensory neuron. ആവേഗങ്ങളെ സംവേദനാഡി സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു. We have already studied the 3 types of nerves in which the sensory nerve carries impulses from various parts of the body to the brain and spinal cord. 3 തരത്തിലുള്ള നാഡികളെക്കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. അതിൽ സംവേദനാഡി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ അഥവാ സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നു. The next step is interneuron. What is the function of interneuron? Inter means in between. The neuron that connects the sensory neuron and the motor neuron. That is interneuron. എന്താണ് ഇന്റർന്യൂറോൺ? സംവേദനാഡിയെയും പ്രേരകനാഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർന്യൂറോൺ. ഇന്റർന്യൂറോൺ generate quick responses according to the sensory impulses. So what is the function of interneuron? Interneuron generates quick responses, sudden responses according to the sensory impulses. എന്താണ് ഇന്റർന്യൂറോണിൻ്റെ ധർമ്മം? സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. The next step is motor neuron. We have already studied the function of motor neuron. Motor neuron carries the information or the message or the impulse from the spinal cord to the related muscle seen at the various parts of the body. അടുത്ത ഘട്ടമാണ് പ്രേരകനാഡി. പ്രേരകനാഡിയുടെ ധർമ്മം നാം മുൻപ് പഠിച്ചിട്ടുണ്ട്. പ്രേരകനാഡി സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശത്തെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബന്ധപ്പെട്ട പേശിയിൽ എത്തിക്കുന്നു. So what is the function of motor neuron? Motor neuron carries the information from the spinal cord to the related muscle. എന്താണ് പ്രേരകനാഡിയുടെ ധർമ്മം? പ്രേരകനാഡി സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശത്തെ ബന്ധപ്പെട്ട പേശിയിലേക്ക് എത്തിക്കുന്നു. The last step is related muscle. The related muscle withdraws the hand by
the action of the muscles seen in the hand. അവസാനത്തെ ഭാഗമാണ് ബന്ധപ്പെട്ട പേശികളുടെ പ്രവർത്തനത്താൽ കൈ പിൻവലിക്കുന്നു. This is the accidental and the involuntary response takes place towards the stimuli when reflex action takes place. ഇതാണ് നമ്മുടെ ശരീരത്തിൽ ഇച്ഛാനുസരണമല്ലാതെയും ഉദ്ദീപനങ്ങൾക്കനുസരിച്ചും ആകസ്മികമായി നടക്കുന്ന പ്രതികരണം. We can fill up the box of the flow chart in page number 17. 17 പേജിലുള്ള ഫ്ലോ ചാർട്ട് നമുക്ക് പൂർത്തിയാക്കാം. സ്റ്റിമുലസ്, റിസപ്റ്റേഴ്സ്, സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, motor neuron, related muscle. All of you look at the arrow and carefully fill the boxes. ഇനി നമുക്ക് പേജ് 17 തന്നിട്ടുള്ള ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാം. ഉദ്ദീപനം, ഗ്രാഹി, സംവേദനാഡി, ഇന്റർ ന്യൂറോൺ, പ്രേരകനാഡി, ബന്ധപ്പെട്ട പേശി. എല്ലാവരും ഫ്ലോ ചാർട്ടിൽ തന്നിട്ടുള്ള ആരോ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് ബോക്സിൽ എഴുതുക. What is reflex arc? Reflex arc is the pathway of impulses in the reflex action. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക്. സോ ക്യാൻ യു നൗ സേ വിച്ച് ഈസ് ദ സെന്റർ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ? ഇപ്പോൾ നിങ്ങൾക്ക് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി വർത്തിക്കുന്ന ഭാഗം ഏതാണെന്ന് പറയാൻ സാധിക്കുമോ? ഇറ്റ് ഈസ് ദ സ്പൈനൽ കോഡ്. ഇത് സുഷുമ്ന ആണ്. സോ വിച്ച് പാർട്ട് ഓഫ് ദി ബോഡി കൺട്രോൾ ദി റിഫ്ലക്സ് ആക്ഷൻ? ദ റിഫ്ലക്സ് ആക്ഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദ സ്പൈനൽ കോഡ്. നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗമാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ സുഷുമ്നയാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. മെയിൻലി സ്പൈനൽ കോഡ് ആക്ട്സ് ആസ് ദി സെന്റർ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ. പ്രധാനമായും സുഷുമ്നയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി വർത്തിക്കുന്നത്. ദ റിഫ്ലക്സ് ആക്ഷൻസ് ആർ കൺട്രോൾഡ് ബൈ അവർ സ്പൈനൽ കോഡ്. സച്ച് റിഫ്ലക്സസ് ആർ കോൾഡ് സ്പൈനൽ റിഫ്ലക്സസ്. റിഫ്ലക്സ് പ്രവർത്തനത്തിൽ സുഷുമ്നയാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ അത്തരം റിഫ്ലക്സുകളെ പറയുന്ന പേരാണ് സ്പൈനൽ റിഫ്ലക്സ്. ഡു ഓൾ റിഫ്ലക്സസ് ആർ കൺട്രോൾഡ് ബൈ സ്പൈനൽ കോഡ്? നോ, ഓൾ റിഫ്ലക്സസ് ആർ നോട്ട് അണ്ടർ ദി കൺട്രോൾ ഓഫ് സ്പൈനൽ കോഡ്. എല്ലാ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെയും സുഷുമ്നയാണോ നിയന്ത്രിക്കുന്നത്? അല്ല. എല്ലാ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് സുഷുമ്ന അല്ല, സുഷുമ്നയുടെ നിയന്ത്രണത്തിൽ അല്ല. Don't we blink our eyes when light suddenly falls on our eyes or objects move towards our eyes?
This is also an example of reflex action. കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോഴോ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിനു നേരെ വരുമ്പോഴോ നാം കണ്ണു ചിമ്മാറില്ലേ? ഇതും ഒരു റിഫ്ലക്സ് പ്രവർത്തനം തന്നെയാണ്. So which is the second type of reflex action? The reflexes which are controlled by the cerebrum are called cerebral reflexes. സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സുകളാണ് സെറിബ്രൽ റിഫ്ലക്സുകൾ. നാം നേരത്തെ പറഞ്ഞ ഉദാഹരണം, അതായത് കണ്ണിൽ പ്രകാശം പതിക്കുമ്പോഴോ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിനു നേരെ വരുമ്പോഴോ നാം കണ്ണു ചിമ്മുന്നത് സെറിബ്രൽ റിഫ്ലക്സിൻ്റെ ഉദാഹരണമാണ്. When light suddenly falls on our eyes or when objects move towards our eyes, the reflexes happens. This is an example of cerebral reflex. Alcohol weakens the reflex action and prevents making proper decision at proper time. മദ്യം റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ സമയത്ത് കൈക്കൊള്ളുന്നതിനും തടസ്സമാകുന്നു. All of you look at the third question of let us assess. Analyze the following situation and answer the question. A thorn pierces the foot. The leg is withdrawn. The thorn is taken out slowly. Write the stimuli and response. The stimuli here is a thorn pierces the foot. The stimulus is touch. The response is the leg is withdrawn. The thorn is taken out slowly. Question B. Was the leg withdrawn after sensing the pain? Answer: no. The leg was withdrawn before sensing the pain. It is a reflex action. Prepare an illustration showing the parts through which the impulses were transmitted. Answer: stimulus, receptor, sensory neuron, interneuron, motor neuron, related muscle. Withdraws the leg. Is it advisable to lift up people quickly by holding their arms or legs in an accident? What aspects related to spinal cord are to be taken care of while attending injured person? While attending the injured person, we have to be very much careful about their spinal cord. We should not lift them up quickly by holding their arms or legs. We have to be careful while taking such persons with the help of a long cloth or structures. Our negligence will only make the patient's condition worse.